കേരളത്തിൻ്റെ വികസന ആവശ്യങ്ങൾ ആധാരമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനും നടത്തിയ കൂടിക്കാഴ്ച സംസ്ഥാനം പ്രതീക്ഷകളോടെയാണ് നോക്കിക്കാണുന്നത്. സംസ്ഥാനം നിരവധി വർഷങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് മുമ്പാകെ ഉന്നയിച്ചത്. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് പരിഹാരമുണ്ടാക്കാൻ അടിയന്തരമായി വേണ്ടത് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കലാണ്. ഇക്കാര്യം പരിശോധിച്ച് തീരുമാനമറിയിക്കാമെന്നാണ് കേന്ദ്ര ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് കേന്ദ്രം അനുവദിച്ച വായ്പാ തുകയായ 529 കോടിയുടെ വിനിയോഗ കാലാവധി നീട്ടുക, സംസ്ഥാനം സമർപ്പിച്ച 2000 കോടി രൂപയുടെ മുണ്ടക്കൈ പുനരധിവാസ പാക്കേജ് അംഗീകരിക്കുക, അതിവേഗ റെയിൽപാതയ്ക്ക് അംഗീകാരം നൽകുക, വിഴിഞ്ഞം പദ്ധതിക്ക് കേന്ദ്ര സഹായം നൽകുക, GSTയുമായി ബന്ധപ്പെട്ട പരാതിക്ക് പരിഹാരം കാണുക, എയിംസ് കേരളത്തിൽ സ്ഥാപിക്കുക എന്നിവയാണ് ചർച്ചയിലൂടെ കേരളം ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങൾ. സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് രാഷ്ട്രീയം വിലങ്ങുതടിയാവരുതെന്ന നിർദ്ദേശം പല കോണുകളിൽ നിന്നും നിരന്തരം ഉയർന്നു വരികയാണ്. കേരളത്തിന് അർഹതപ്പെട്ടതുപോലും നൽകുന്നില്ലെന്ന കാര്യത്തിൽ സംസ്ഥാനം സുപ്രീം കോടതി വരെ കേസുമായി എത്തിയിരുന്നു. കേന്ദ്രവും കേരളവും ആരോഗ്യകരമായ ബന്ധത്തിലൂടെ മുന്നോട്ടു പോയാൽ അത് കേരളത്തിന് വലിയ നേട്ടങ്ങളുണ്ടാക്കും. ഇക്കാര്യത്തിൽ വലിയ ചുവടുവെപ്പാണ് മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും തമ്മിലുണ്ടായ കൂടിക്കാഴ്ച എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കേരളം ഉന്നയിക്കുന്ന വിഷയങ്ങളെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും മുണ്ടക്കൈ ചൂരൽമല പാക്കേജ് പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് തീരുമാനമറിയിക്കാമെന്നും കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളം വികസിക്കണമെന്നത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. കേന്ദ്ര സർക്കാർ പാലക്കാട് പ്രഖ്യാപിച്ച ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വലിയ മുന്നേറ്റമുണ്ടാക്കും. കേരളത്തിലെ യുവജനങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കും വേണ്ടി വിദേശ നാടുകളെ ആശ്രയിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണം. അതിന് കേരളം വ്യാവസായിക രംഗത്തും ടൂറിസം രംഗത്തും കാർഷിക മേഖലയിലും വൻ വളർച്ച കൈവരിച്ചേ മതിയാവും. ഈ ദിശയിലുള്ള വികസന ചുവടുവെപ്പായി മുഖ്യമന്ത്രിയുടെയും കേന്ദ്ര ധനമന്ത്രിയുടെയും കൂടിക്കാഴ്ച പരിണമിക്കട്ടെ. കേരളം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ.